ശബ്ദം നിങ്ങളുമായി സംസാരിച്ച് പ്രാർത്ഥിച്ചിട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ പാസ്റ്ററുടെ മക്കളായതുകൊണ്ട് നിങ്ങൾക്കൊരു പക്ഷേ മനസ്സിലാകും. എനിക്ക് നല്ല ശബ്ദം തരാം. ഓക്കെ, താങ്ക് യു. കുറച്ച് ഓക്കെ, റൈറ്റ്. എനിക്ക് ഈ പാസ്റ്റർ ആകണമെന്ന് തെറ്റിദ്ധരിക്കരുത്. പാസ്റ്റർ ആകണമെന്ന് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. നിങ്ങൾ പാസ്റ്റർമാരുടെ മക്കൾ അങ്ങനെ വളർന്നു വരുന്ന സാഹചര്യങ്ങളായതുകൊണ്ട് നിങ്ങൾക്കൊരു പക്ഷേ മനസ്സിലാകും. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് പഠിച്ച് നല്ല നിലവാരത്തിൽ ജോലി വാങ്ങി അഭിഷക്തന്മാരെ സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അതും ദൈവവേലയുടെ ഒരു ഭാഗമാണല്ലോ, പ്രസംഗം മാത്രമല്ലല്ലോ. അവരെ സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. എനിക്ക് കുഞ്ഞുനാളിലെ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് പൈലറ്റ് ആകുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. നിങ്ങൾ പലരും ചിരിക്കുന്നുണ്ട്. ഓക്കെ, നന്നായിട്ടിരിക്കട്ടെ. ഓക്കെ, പൈലറ്റ് ആകുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമായതുകൊണ്ട് എനിക്ക് എൻ്റെ ബുദ്ധിയുടെ കപ്പാസിറ്റി നന്നായി അറിയാമെന്നുള്ളത് കൊണ്ടും എൻ്റെ അപ്പൻ്റെ സാമ്പത്തിക സ്ഥിതി നന്നായി അറിയാമെന്നുള്ളത് കൊണ്ടും ഞാൻ ആ മേഖലയിലോട്ട് തിരിഞ്ഞില്ല. പക്ഷേ എനിക്ക് ആ എയർലൈൻസിൽ വർക്ക് ചെയ്യണമെന്നൊക്കെ ഭയങ്കര ഒരു പാഷൻ എൻ്റെ ഹൃദയത്തിനകത്ത് കയറി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സിൽ ഒരു ടെസ്റ്റ് എഴുതുകയും ഞാനൊരു എയർ ഇന്ത്യയുടെ ടെസ്റ്റ് എഴുതുകയും ആ ടെസ്റ്റിൽ എനിക്ക് പാസ്സാകുകയും ഡയറക്റ്റ് എയർലൈൻ സ്റ്റാഫായിട്ട് 7 വർഷം ജോലി ചെയ്യുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. കരവേർന്ന് നന്നായിട്ട് ശബ്ദപേർന്ന് നന്നായി പ്രതികരിച്ചാണ്. ആ 7 വർഷം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദൈവം എന്നെ തൊടുന്നത്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാവുന്നു. ഇന്ന് ചിരിച്ചോണ്ടിരുന്നതാണ്. റൈറ്റ്, ഓക്കെ. ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം. നിയോഗമുള്ള തലമുറ നിങ്ങളുടെ വീട്ടിനകത്തുണ്ടെങ്കിൽ ദൈവം തൊടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നത് നിയോഗമുള്ള തലമുറകളെ ദൈവം തൊടാൻ പോവുകയാണെന്ന് രാത്രി. അസാധാരണമായ ഒരു ദൈവശക്തി രാത്രി ഇതിനകത്ത് ഇറങ്ങി വരികയും നിങ്ങളുടെ ലൈഫിനെ തിരിക്കാൻ പോകും. ഒരു പാസ്റ്ററുടെ മകനായതുകൊണ്ട് പ്രസംഗിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ പറ്റത്തില്ല. നിയോഗം ഒരുവന്റെ മേൽ വെളിപ്പെട്ടാൽ അവൻ അസാധാരണമായിരിക്കും. ഒരു നല്ല ആമേൻ ഞാൻ നിങ്ങൾ പ്രതീക്ഷിച്ചു. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ വിമാനത്തിലേക്ക് കയറുന്നതാണ് കണ്ടിട്ടുണ്ട്. വിമാനത്തിലോട്ട് കണക്ട് ചെയ്യുന്നത് ഒരു ബ്രിഡ്ജാണ്. അതിന് പറയുന്നത് വേ ബ്രിഡ്ജ് എന്നാണ്. നടന്ന് നിങ്ങൾ അതിനകത്തോട്ട് വിമാനത്തിനകത്തോട്ട് കയറുന്നു. ഇപ്പോൾ 2 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൂപ്പർവൈസറായിട്ടാണ് എനിക്ക് പോസ്റ്റിംഗ് വരുന്നത്. റാമ്പും കാർഗോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൂപ്പർവൈസറായിട്ടാണ് എനിക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത്. ഞാൻ ക്യാപ്റ്റനുമായി സംസാരിച്ചിട്ട് തിരിച്ചിറങ്ങി വരുന്ന വരവിൽ പെട്ടെന്ന് എനിക്കൊരു തലകറക്കം പോലെ ഉണ്ടായി. ഞാൻ ആ വേ ബ്രിഡ്ജിൽ നിന്ന് നേരെ താഴോട്ട് വീഴുകയായിരുന്നു. വീണിട്ട് എഴുന്നേൽക്കുമ്പോൾ എൻ്റെ 2 കണ്ണിൻ്റെ കാഴ്ചശക്തി കുറഞ്ഞവനായി. കാഴ്ചയില്ലെന്ന് തന്നെ പറയാം. എന്നെ പിടിച്ചുകൊണ്ടുപോയി. നീണ്ട 14 ദിവസം ട്രിവാൻഡ്രം ഹോസ്പിറ്റലിനകത്ത് അഡ്മിറ്റായി കിടക്കുകയും കാഴ്ചശക്തി ഇല്ലാത്തവനായി. എന്നെ ഒരാൾ പിടിച്ചുകൊണ്ട് പോകണം, എൻ്റെ കാര്യങ്ങൾ ക്രമീകരിച്ച് തരണമെങ്കിൽ. അങ്ങനെ ആ ഒരു മേഖലയിലോട്ട് ആയിപ്പോയി. എൻ്റെ ചേട്ടൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് വെച്ചിട്ടാണ് എന്നെയും ട്രീറ്റ് ചെയ്യുന്നത് ഡോക്ടേഴ്സ്. അതങ്ങനെയാണല്ലോ, ആ രീതിയിലാണ് അവരെന്നെ ട്രീറ്റ് ചെയ്തത്. പക്ഷേ അവരെന്നോട് പറഞ്ഞത്, മോനെ പിന്നെ നിൻ്റെ വെയിനിനകത്തെല്ലാം പഴുപ്പ് കെട്ടിപ്പോയി, ഇനി ഒന്നും സാധ്യതയില്ലെന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് എൻ്റെ ഫയൽ ക്ലോസ് ചെയ്യുകയാണ്. 14ാമത്തെ രാത്രി. അപ്പോഴും ഈ 14 ദിവസവും കേരളത്തിൽ അറിയപ്പെടുന്ന അഭിഷക്തന്മാർ, ഒത്തിരി ദൈവദാസന്മാർ എൻ്റെ വീട്ടിനടുത്ത് വന്ന് നിൽക്കുന്ന എൻ്റെ സ്നേഹിതന്മാരായതുകൊണ്ട് അവരെനിക്ക് വേണ്ടി ഭയങ്കരമായി പ്രാർത്ഥിച്ചേച്ച് അവർ പറയുന്ന ദൈവശബ്ദം എന്ന് പറയുന്നത്, നിന്നെ ഞാൻ ശുശ്രൂഷകനായി കാണുന്നു, നീ രാജ്യങ്ങളിൽ സഞ്ചരിക്കാൻ പോകുന്നു, നീ ഒത്തിരി പേർക്ക് വേണ്ടി പ്രവചിക്കാൻ പോകുന്നു. അയ്യോ, നിങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ. ഇത് പറഞ്ഞപ്പോൾ ആ ദൂതും അപ്പോഴത്തെ സാഹചര്യവുമായി ഞാൻ കൂട്ടിക്കുഴച്ചു.
കാരണം എന്തറിയാമോ, കാഴ്ചയില്ലാത്ത ആളെ എങ്ങനെയാ ഒരാൾ പിടിച്ചോണ്ട് നിർത്തിയാലേ പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പാടാൻ പറ്റത്തുള്ളൂ. ഈ ഒരു മേഖല എൻ്റെ മനസ്സിനകത്ത് കയറി. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളുടെ ദൈവം ഒരു ശബ്ദം നിങ്ങളോട് അറിയിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് കണക്ക് കൂട്ടരുത്. ദൈവമാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവരെ നാമേ പറയാൻ പറ്റുന്ന കാരോ ഉയർത്തി നാമേ പറയാൻ പറ്റുന്ന ഈ വാഗ്ദത്തമെല്ലാം എൻ്റെ ബെഡിനകത്ത് ഞാൻ കേൾക്കുകയാണ്. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ കേൾക്കുന്ന ഒരു ശബ്ദമാണ് ഇതെല്ലാം. പക്ഷെ 14ാമത്തെ രാത്രി ഞാൻ ദൈവത്തിന് സറണ്ടർ ചെയ്തു. കർത്താവേ, അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണം. എങ്ങനെ ഈ വാഗ്ദത്തം എൻ്റെ മേൽ നിറവേറണമെങ്കിൽ ഞാൻ ബ്ലൈൻഡായിട്ട് പ്രസംഗിക്കത്തില്ല, എനിക്ക് കാഴ്ചശക്തി തിരിച്ചു വരണം. ഒന്നാമേ പറഞ്ഞു. 14ാമത്തെ രാത്രി ഇരുട്ട് നിറഞ്ഞ കണ്ണിനകത്ത് ഒരു ഗോൾഡൻ ലെറ്ററിൽ ഒരു എഴുത്ത് വരികയാണ്. അത് ബൈബിളിനകത്തുള്ളൊരു വാക്കാണ് എൻ്റെ കണ്ണിനകത്ത് എഴുതി വരുന്നത്. ഈ വാക്ക് പറയുമ്പോൾ നിങ്ങൾ കൈകെട്ടിയിരിക്കരുത്. ഇത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധമുള്ളൊരു വാക്കാണ്. ആ വാക്ക് ഇത്രയേ ഉള്ളൂ, അർത്ഥം തുറന്ന് വരിക. നന്നായി കാരവടിച്ചു. എന്റെ അടഞ്ഞുപോയ മേഖലകളിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ജോലിയില്ലായ്മ എല്ലാം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും സാമ്പത്തികമായി കുരുക്കും, ഞാൻ പ്രവചിക്കുന്നതല്ല, ഞാൻ നോർമൽ കാര്യം പറയുന്നതാണ് കേട്ടോ. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. ഇതെല്ലാം അടഞ്ഞ മേഖലയാണ്. ഒറ്റ വാക്ക്, തുറന്നു വരിക. ഇത് പറയാൻ ആരും കാശ് കൊടുക്കണ്ടല്ലോ, ഇത് പറഞ്ഞാൽ മാത്രം മതി. ഞാൻ ഇച്ചിരി കൂടി നിങ്ങളിൽ നിന്ന് അത് പ്രതീക്ഷിച്ചു. ഒരു പ്രവാചകൻ വന്ന് തലയിൽ കൈവയ്ക്കണമെന്നില്ല, ഒരു അഭിഷേകൻ വന്ന് തലയിൽ കൈവയ്ക്കണമെന്നില്ല. ഇതിനകത്ത് ചലിക്കുന്ന ആ അഭിഷേകങ്ങൾ പറഞ്ഞാൽ മതി. നിന്റെ വീടുകൾക്കകത്ത് അത്ഭുതം നടക്കുകയാണ്, നിന്റെ കുടുംബങ്ങൾക്കകത്ത് അത്ഭുതം നടക്കുകയാണ്. സമയം ഓടുകയാണ്.
കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പോകാൻ പോവുകയാണ്. 9:20 പോയി, സമയം പോകുന്നു. ഓക്കെ, വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം. പ്ലീസ് അത് സ്ക്രീനിൽ കാണിക്കുക. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെ താക്കോൽ എന്റെ കൈവശം ഉണ്ട്. ഓക്കെ, ക്ലോസ് ചെയ്ത് ബൈബിൾ ഒരാൾ മാത്രം എടുത്താൽ മതി, ബാക്കി എല്ലാവരെയും ശ്രദ്ധിച്ചു. നിങ്ങൾ ആ വാക്യം കണ്ടോ? ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ. ഉറക്കെ പറഞ്ഞു. ഒന്നുകൂടെ. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. എന്റെ കൈവശമുണ്ട്. എനിക്ക് 4 താക്കോലുകളെ പറ്റി നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട്. 1, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ. 2, ദാവീദിന്റെ താക്കോൽ. 3, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. 4, ജ്ഞാനത്തിന്റെ താക്കോൽ. ഈ 4 കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ 2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, വെളിപ്പാട് പുസ്തകം എഴുതുന്ന ആരാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? യോഹന്നാനാണ് ഈ വെളിപ്പാട് പുസ്തകം എഴുതി വയ്ക്കുന്നത്. അതിൽ പറയുന്ന ഒരു പദമാണ് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ട് എന്ന് ഈ വചനം എഴുതി വയ്ക്കുവാണ്. ശ്രദ്ധിച്ചോ, ഈ അന്നത്തെ കാലത്ത് ക്രിസ്ത്യാനികളെ കൊന്നുവരുന്ന സാഹചര്യങ്ങളായിരുന്നു ഈ സമയങ്ങളിലെല്ലാം. എന്ന് പറഞ്ഞാൽ മെഴുകിനകത്തൊക്കെ ഒരുക്കി, മെഴുകുപാളികൾക്കകത്തൊക്കെ ക്രിസ്ത്യാനികളെ ഓടിച്ചിട്ട് പിടിച്ച് ഒരുക്കി കൊന്നുകളയുന്ന സാഹചര്യത്തിനകത്താണ് അഭിഷക്തനായ യോഹന്നാനെയും പിടിക്കുന്നത്. ആമേൻ പറഞ്ഞില്ലല്ലോ. അദ്ദേഹത്തെ പിടിച്ചു എന്താ ചെയ്തെന്നറിയാമോ? ചക്രവർത്തി എന്താ ചെയ്തതെന്നറിയാമോ നിങ്ങൾക്ക്? തിളച്ച എണ്ണയിലേക്ക് എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തെ എടുത്തിടുകയാണ്. ഇടുമ്പോൾ അദ്ദേഹത്തിനൊന്നും സംഭവിക്കുന്നില്ല. ഒന്നാമയും പറ കരവോ. നിങ്ങളുടെ ജീവിതത്തിനകത്തും ഭയങ്കര പ്രശ്നങ്ങൾ കടന്നു വന്നേക്കാം. മനുഷ്യരാണ്, വന്നേക്കാം. പക്ഷെ ആ പ്രശ്നങ്ങളൊന്നും നിങ്ങളെ തൊടത്തില്ലെന്ന് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ മേൽ ചലിക്കുന്ന ഈ അഭിഷേകം ആ പ്രശ്നത്തെ തരണം ചെയ്യും. എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ, എത്ര മരണപരമായ പ്രശ്നമായിക്കോട്ടെ, പക്ഷെ നിന്റെ മേലൊരു അഭിഷേകം അധികാരത്തോടെ ചലിക്കുന്നുണ്ടോ? രാത്രി നീ വിശ്വസിച്ച് കാലവാടി ചെയ്തെടുത്തോ. നമ്മൾ ചിലതിനെ മറികടക്കാൻ പോവുകയാണ്. താക്കോൽ എന്നൊക്കെ പറയുമ്പോഴേ ഞാനൊരു വാക്ക് നിങ്ങളോട് കയറി പറഞ്ഞോട്ടെ. താക്കോൽ എന്ന് പറയുമ്പോൾ താക്കോൽ ഇരിക്കുന്നത് എവിടെയാണെന്നറിയാമോ നിങ്ങൾക്ക്? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാവിലാണ് താക്കോൽ. ആമീൻ പറഞ്ഞില്ല. നിങ്ങൾ ഈ അന്തരീക്ഷത്തിനകത്ത്, ഇതിനകത്ത് ദൈവം ഇറങ്ങി നിൽക്കുവാണ്. ഈ അന്തരീക്ഷത്തിനകത്ത് നിങ്ങൾ നാവ് പറഞ്ഞ് എന്ത് പറഞ്ഞാൽ അത് നിങ്ങളുടെ ലൈഫിനകത്ത് സംഭവിക്കും. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യസന്ധമായിട്ട് നിങ്ങൾ എന്നോട് മറുപടി പറയും. ഈ അബുദാബിയുടെ റൂളേഴ്സ് ഇപ്പോൾ ഇതിനകത്ത് വന്ന് നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഒന്ന് പറഞ്ഞേ. ഈ കസേരയിൽ ഇങ്ങനെ ഇരിക്കുമോ നിങ്ങൾ? ഇല്ല, ഒരിക്കലും ഇല്ല. അറിയാതെ നിങ്ങൾ ചാടി ഒന്ന് എഴുന്നേറ്റ് പോകും. അതെന്താ? ഉള്ളിനകത്ത് നിങ്ങൾക്ക് ബഹുമാനം ഉള്ളത് കൊണ്ടാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സൃഷ്ടിച്ച ഈ ലോകത്തെ സൃഷ്ടിച്ച കർത്താവ് ഇതിനകത്ത് ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെയാണോ പ്രതികരിക്കുന്നത്? അദ്ദേഹത്തെ എങ്ങോട്ട് പറഞ്ഞു വിടുന്നറിയാമോ? പത്മോസ് എന്ന് പറയുന്ന പറയാമോ?
നിങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. പത്മോസ് എന്ന് പറയുന്ന ദ്വീപിനകത്തോട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു? കടത്തിവിടുകയാണ്. അവിടെ ഭയങ്കര സൗന്ദര്യമുള്ള സ്ഥലമൊന്നുമല്ല. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ ആ പ്രത്യേകത? അസ്ഥി കൂമ്പാരങ്ങളും തലയോടികളും മാത്രമുള്ള സ്ഥലമാണ് പത്മോസ് എന്ന് പറയുന്ന ദ്വീപ്. ഈ പത്മോസിന് വേറൊരു പേരും കൂടെ ഉണ്ട്. ആ പേരെന്ന് പറയുന്നത്, അതിന്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് പാദോസ് എന്നാണ്. പറഞ്ഞേ, പാദോസ്. അടുത്ത രണ്ടാമത്തെ പേരാണ് പത്മോസ്. അപ്പം പാദോസ് എന്ന് പറയുന്നതിന്റെ അർത്ഥം അത് ഇരുട്ടെന്നാണ്. എന്ന് പറയാമോ? ഇരുട്ട്. പത്മോസ് എന്ന് പറയുന്ന ദ്വീപിന് ആ പേരിന്റെ ഒരു അർത്ഥമുണ്ട്. അതെന്തോന്നറിയാവോ? അത് മരണം എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ഇരുട്ടിനകത്ത് കിടക്കുന്ന മരണത്തിനകത്തോട്ട് ആരെ കയറ്റി വിടുകയാണ്? അഭിഷേകമുള്ളവനെ, ദൈവ സാന്നിധ്യം ചലിക്കുന്നവനെ അങ്ങോട്ട് അകത്തോട്ട് കയറ്റി വിടുകയാണ്. ചക്രവർത്തി വിചാരിച്ചു യോഹന്നാൻ മരിച്ചു പോകും, ഇതോടെ അവന്റെ ലൈഫ് തീരുകയാണെന്ന് പറഞ്ഞപ്പോ അന്നേക്ക് 65 വർഷങ്ങൾക്ക് മുന്നേ പ്രത്യക്ഷനായ കർത്താവ് പത്മോസ് ദ്വീപിനകത്ത് ഇറങ്ങി വന്നിട്ട് പറയുവാണ്, മോനെ, നീ ഇനി മരിക്കത്തില്ല, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമിരിക്കുകയാണ്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശം. ശരീരത്തിനകത്തൊരു രോഗമുണ്ട്, ഇന്ന് പോണം. ആവശ്യമില്ലാത്ത രോഗങ്ങളൊന്നും കൊണ്ട് നടക്കരുത്. ഓ, അങ്ങനെ പറഞ്ഞില്ല. എന്നെ സൗഖ്യമാക്കിയ ദൈവം ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ടോ? ഞാൻ ഒത്തിരി പ്രാവശ്യം ഈ രാജ്യത്ത് സന്ദർശിച്ചു പോയിട്ടുണ്ടാവും. പക്ഷെ ഇദ്ദേഹത്തെ ഈ പ്രാവശ്യം ഞാൻ കൊണ്ടുവരുന്ന സമയത്ത്, ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത്, ഞങ്ങൾക്ക് 1.5 മണിക്കൂറിന്റെ ചോദ്യം വന്ന് എമിഗ്രേഷനകത്ത്. ഇദ്ദേഹത്തിനെ കൊണ്ടുവന്നത് എപ്പോൾ വന്നാലും 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ എമിഗ്രേഷനിൽ ചോദ്യം ഉണ്ടാകും. അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്.